ഗ്രേസ് ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? യേശുവോടൊപ്പം ഇത്തിരി നേരം. ഇന്നത്തെ വചനം സങ്കീർത്തനം 150 വാക്യം. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം ആ സ്തുതികളിൽ വസിക്കുന്നുവെന്ന് സങ്കീർത്തനം 22 വാക്യത്തിൽ പറയുന്നു. നാം സ്തുതിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ദൈവകരങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. നാം സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തപ്പോഴും സ്തുതിച്ചാൽ ശത്രു ആശയക്കുഴപ്പത്തിലാകുകയാണ്. കാരണം അത് ഭയത്തിൽ നിന്നല്ല, വിശ്വാസത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. സ്തുതിക്കുമ്പോൾ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നാം ഒരു വിധത്തിൽ വിജയം പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ! ഇതാണ് ശത്രുവിനെ ആശയക്കുഴപ്പത്തിലാക്കുവാൻ കാരണം. സ്തുതിയിലൂടെ നാം ദൈവത്തിലുള്ള വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുക കൂടിയാണ്. ഹല്ലേലൂയ! നാം സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയെ അംഗീകരിക്കുകയും ദൈവത്തിൻ്റെ ഇടപെടലുകൾക്ക് കീഴടങ്ങുക കൂടിയാണ്. ഹല്ലേലൂയ! ഒരു വിധത്തിൽ പറഞ്ഞാൽ നാം ദൈവത്തിൻ്റെ ശക്തിയെ സ്തുതികളിലൂടെ തുറന്നു വിടുകയാണ്. നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ സ്തുതികളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കൂടുതൽ അനുഭവവേദ്യമാകുകയാണ്. എത്ര പേർ അനുഭവിച്ചിട്ടുണ്ട് ഈ ദൈവീക സാന്നിധ്യം സ്തുതികളിൽ വസിക്കുന്നത്? നാം പലപ്പോഴും ദൈവത്തെ കാണുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തിരുന്ന് നമ്മെ വാച്ച് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആവശ്യങ്ങളുടെ ലിസ്റ്റ് എടുക്കുന്ന, നമ്മുടെ തെറ്റുകളിൽ നമ്മെ ശിക്ഷിക്കുന്ന ഒരു ദൈവമായിട്ടാണ്. ഞാനും അങ്ങനെയൊക്കെയാണ് ദൈവത്തെ കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, തൻ്റെ ചങ്കിലെ ചോരയാൽ എന്നെ വീണ്ടെടുത്ത് മകനും മകളുമാക്കി തീർത്ത് എന്നോടൊപ്പം വസിക്കുന്ന, എന്നോടൊപ്പം എപ്പോഴും കൂട്ടായ്മ ആചരിക്കാൻ ആഗ്രഹിക്കുന്ന, എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന, എൻ്റെ കാര്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധാലുവായ ഒരു പിതാവായിട്ടാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ ദൈവത്തെ കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ! ആ ദൈവത്തെ നിങ്ങളുമായി പരിചയപ്പെടുത്തുവാൻ, നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ എനിക്ക് സന്തോഷവും സംതൃപ്തിയുമുണ്ട്. ഹല്ലേലൂയ! ആ ദൈവം നമ്മെ അത്രമേൽ സ്നേഹിക്കുന്നു. സ്തുതികളിൽ വസിക്കുന്ന ദൈവം, നാം സ്തുതിക്കുമ്പോൾ അവൻ നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമ്മെ നിറയ്ക്കും. ഹല്ലേലൂയ! എത്ര പേർ ആ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്? ഹല്ലേലൂയ! അതിൽ ആർക്കും ഈ ലോകത്തിന് തരാൻ പറ്റാത്ത സന്തോഷവും സമാധാനവും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. വ്യക്തികൾക്ക് നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ പറ്റും എന്ന് കാണിക്കുന്ന ഒരു വേദഭാഗം ബൈബിളിലുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 16 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്കിത് മനസ്സിലാകും. പൗലോസിനെയും ശീലാസിനെയും തടവറയിൽ ആമത്തിൽ പൂട്ടി. എന്നാൽ അവർ ആ തടവറയുടെ അനുഭവത്തിൽ, കാരാഗൃഹത്തിൽ ദൈവത്തെ പാടി സ്തുതിച്ചു. ഹല്ലേലൂയ! തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. എന്നാൽ 26 വാക്യം, പൗലോസിനെയും ശീലാസിനെയും പൂട്ടിയിരുന്ന തടവറയുടെ അടിത്തറകളെ കുലുക്കിക്കൊണ്ട് ഭൂകമ്പമുണ്ടാകുകയും ആ തടവറയുടെ വാതിലുകളൊക്കെയും തുറന്നുപോയി എന്ന് വചനം. ഒരാളുടെ അല്ല, എല്ലാവരുടെയും ചങ്ങലകൾ പൊട്ടിപ്പോയി. നോക്കുക ദൈവ പൈതലേ, സ്തുതിയുടെ ശക്തി എന്താണെന്ന്. നമ്മുടെ പ്രാർത്ഥനയിലും സ്തുതികൾ ഉയരട്ടെ. ഇന്ന് നമ്മുടെ സാഹചര്യങ്ങൾ എത്ര മോശമായിരുന്നാലും നാം സ്തുതിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവ സാന്നിധ്യം നമ്മുടെ തടസ്സങ്ങളുടെയും ബന്ധനങ്ങളുടെയും അടിത്തറ ഇളക്കിക്കൊണ്ട് നമുക്ക് വിടുതൽ തരുക തന്നെ ചെയ്യും. ഹല്ലേലൂയ! വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് അത് ഏറ്റെടുത്താട്ടെ. 7 വാക്യത്തിൽ, കാരാഗൃഹ പ്രമാണി കാരാഗൃഹം തുറന്നു കിടക്കുന്നതും ചങ്ങലകൾ പൊട്ടിക്കിടക്കുന്നതും കണ്ട് തടവുകാർ ഓടിപ്പോയി എന്ന് വിചാരിച്ച് സ്വയം വാളെടുത്ത് മരിക്കുവാൻ തയ്യാറായി. 28 വാക്യത്തിൽ പൗലോസ് കാരാഗൃഹ പ്രമാണിയോട്, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, നീ മരിക്കണ്ട എന്ന് പറയുന്നു. ദൈവപ്രവൃത്തി തിരിച്ചറിഞ്ഞ ദൈവ പൈതൽ എങ്ങും ഓടി ഒളിക്കേണ്ട വരത്തില്ല. അവൻ തൻ്റെ ശത്രുവിനോട് പറയും, നീയും മരിക്കണ്ട. 9 വാക്യത്തിലാണ് ഇതിൻ്റെ ക്ലൈമാക്സ്.
ദൈവത്തെയും ദൈവപ്രവൃത്തിയെയും തിരിച്ചറിഞ്ഞ കാരാഗൃഹ പ്രമാണി പൗലോസിനോട് ചോദിക്കുകയാണ്, യജമാനനെ രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? ഹല്ലേലൂയ. നോക്കുക, പൗലോസിനെ ബന്ധിച്ചയാൾ ദൈവത്തെങ്കിലേക്കും രക്ഷയിലേക്കും കടന്നു വരുന്ന അവസ്ഥ. ഹല്ലേലൂയ. 31 വാക്യത്തിൽ പൗലോസ് കാരാഗൃഹ പ്രമാണിയോട്, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ദൈവ പൈതൽ സാഹചര്യങ്ങളെ നോക്കി പതറരുത്. സ്തുതിയും പ്രാർത്ഥനയും തൻ്റെ സാഹചര്യങ്ങളുടെ അടിത്തറയെ ഇളക്കിക്കൊണ്ട് ആ സാഹചര്യങ്ങൾക്ക് ഒരു വിടുതൽ ലഭിക്കുമെന്ന് ഈ വചനം നമ്മോട് അറിയിക്കുന്നു. സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയെ തുറന്നു വിടുകയാണ്. ദൈവത്തിൻ്റെ പവർ ചാനൽ ഓണാകുന്ന അവസ്ഥയാണ്. ഹല്ലേലൂയ. സങ്കീർത്തനം 22 അധ്യായം 3 വാക്യത്തിൽ പറയുന്നു, നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം സ്തുതികളിൽ വസിക്കുകയും ചലിക്കുകയും ചെയ്യുന്നു എന്ന്. ഹല്ലേലൂയ. നമുക്ക് ജയിക്കുവാനുള്ള മാർഗം പ്രാർത്ഥന മാത്രമല്ല, സ്തുതി കൂടിയാണെന്നാണ് ഈ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. പ്രാർത്ഥന ആത്മീയ യുദ്ധമാണെങ്കിൽ സ്തുതി ആത്മീയ വിജയമാണ്. സാഹചര്യങ്ങൾ ഒന്നുമില്ലാത്തപ്പോഴും സ്തുതിച്ചോളൂ. സ്തുതി നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റിമറിച്ച് തടസ്സങ്ങളെ പൊട്ടിച്ച് നമ്മുടെ ജീവിതത്തിൽ വിജയത്തെ കൊണ്ടുവരും. ഹല്ലേലൂയ. എരിഹോ മതിലുകളെ ഇടിക്കുവാൻ സ്തുതിക്ക് കഴിഞ്ഞു എന്ന് വചനം പറയുന്നു. സങ്കീർത്തനം 34:18, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ചിലർ പറഞ്ഞേക്കാം, എന്തോർത്ത് സ്തുതിക്കുവാനാണ്? അതേ ദൈവമക്കളെ, അനേകർ ഈ ലോകത്തിൽ നിന്ന് ഇന്നും മാറ്റപ്പെട്ടു. നമ്മളെ മിച്ചം വെച്ചിരിക്കുകയാണ്, ശ്വസിക്കുവാൻ ഇടവന്നിരിക്കുകയാണ്. നമ്മുടെ ക്വാളിറ്റി കൊണ്ടോ നമ്മുടെ പെർഫെക്ഷൻ കൊണ്ടോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ കരുണയാണ്, കൃപയാണ്. ഇന്ന് ഭക്ഷണം കഴിക്കുവാൻ, ആഹാരം ഇറക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടല്ലോ, അതിന് ദൈവത്തിന് നന്ദി പറഞ്ഞേ. നമുക്ക് കിട്ടിയ ചെറുതും വലുതുമായ എല്ലാ നന്മകൾക്കും ദൈവത്തെ സ്തുതിച്ചാട്ടെ, ഇല്ലായ്മയിൽ സ്തുതിച്ചാട്ടെ. ദൈവപ്രവൃത്തി കാണുവാനായിട്ട് നമുക്ക് ഇടവരും. ഹല്ലേലൂയ. നമ്മൾക്ക് നടക്കുവാൻ പറ്റുന്നില്ലേ? നമുക്ക് കൈ ഉയർത്താൻ പറ്റുന്നില്ലേ? ഹല്ലേലൂയ. ചെറുതും വലുതുമായ കാര്യങ്ങൾക്കെല്ലാം ദൈവത്തിനെ സ്തുതിച്ചാട്ടെ. നമുക്ക് ദൈവത്തെ വ്യക്തിപരമായി അറിയുവാൻ തന്ന കൃപയ്ക്കായി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. നമുക്ക് ശ്വസിക്കുവാൻ കിട്ടിയ ഓക്സിജനായിട്ട്, ഫ്രീ ആയിട്ട് കിട്ടിയ ഈ ഓക്സിജനായിട്ട് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തുതികളിൽ വസിക്കുന്ന ദൈവം നമ്മുടെ സ്തുതികളിന്മേൽ ചലിക്കുവാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മുടെ ശാരീരിക കണ്ണുകൾ കൊണ്ട് ഉത്തരം കാണേണ്ടതില്ല. എന്നാൽ വചനപ്രകാരം ദൈവം നമ്മിൽ പ്രവർത്തിക്കുമെന്ന് കണ്ട് സ്തുതിച്ചാൽ ദൈവം വചനത്തിൽ ക്രിയ ചെയ്ത് മറുപടി നമ്മുടെ അടുത്തെത്തുവാൻ അധികം താമസിക്കുകയില്ല. ഹല്ലേലൂയ. നമുക്ക് ശത്രുക്കളായിരിക്കുന്നവരും ദൈവസ്നേഹം അറിയുവാനും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനും ഇടവരുന്ന അവസ്ഥ. ഹല്ലേലൂയ. നമ്മെ ബന്ധിച്ചവരും നമുക്ക് ശത്രുക്കളായിരിക്കുന്ന ഏതു സാഹചര്യങ്ങളുമായിക്കോട്ടെ, അത് വഴിമാറിപ്പോവുക മാത്രമല്ല, അവരും രക്ഷയുടെ അനുഭവത്തിലേക്കും ജീവനുള്ള ദൈവത്തെ അറിയുവാനും ഇടവരുന്ന സാഹചര്യം. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തുതിക്കുക, സ്തുതിക്കുക. സാഹചര്യമില്ലാത്തപ്പോഴും സ്തുതിക്കുക. ഒരു വിടുതൽ നമുക്കായി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.